നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഓവുപാലത്തിനായി കുഴിച്ച കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രികന് ഗുരുതര പരിക്ക്. കൂറ്റനാട് ആമക്കാവ് ചാലത്തൂർ വളപ്പിൽ രാജേഷിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 7:45 ചാലിശ്ശേരി കൂറ്റനാട് പാതയിൽ ടൗണിനടുത്തായുള്ള ബേക്കറി കടയ്ക്ക് സമീപമായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തുനിന്ന് ആമക്കാവിലേക്കുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ഓവുപാലത്തിനായി കുഴിച്ച കുഴിയിൽ വീഴുകയായിരുന്നു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡ് പണിയുടെ മുന്നോടിയായി ഓവുപാലത്തിനായി പണിത കുഴികളിൽ വാഹനയാത്രികൾ വീഴാതിരിക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാതെയാണ് പണികൾ നടന്നുവരുന്നത്. പാതയിലെ വലിയ ഓവുപാലങ്ങൾ പൊളിച്ചുപണിയുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഓവുപാലത്തിനായി റോഡിൽ കുഴിച്ച വലിയ കുഴികൾക്ക് സമീപം താൽക്കാലികമായി ചെറിയ പ്ലാസ്റ്റിക് വീപ്പകൾ കയറുപയോഗിച്ച് കെട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. രാത്രിയിൽ കയറും വീപ്പകളും കാണാതെയാണ് അപകടം നടന്നത്. അപകടമുണ്ടായ സ്ഥലത്ത് വഴിവിളക്കമില്ല. ചാലിശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി വരെയുള്ള 13.7 കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് BM&B's നിലവാരത്തിൽ നവീകരിക്കുന്നത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്സിൽ നിന്ന് 63.79 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം നടത്തുന്നത്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ടിനാണ് നിർവഹണ ചുമതല. നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലും വീതി കൂട്ടുന്നുണ്ട്. കൂടാതെ 28 കാൽവർട്ടുകൾ പുതുക്കി പണിയുകയും ചെയ്യുന്നുണ്ട്. പട്ടാമ്പിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തു. ബൂത്ത് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇരു മണ്ഡലങ്ങളിലും 50 വീതം ബൂത്തുകൾ വർദ്ധിക്കും. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗമാണ് പട്ടാമ്പി താലൂക്കിൽ വിളിച്ചു ചേർത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു യോഗം. ഇരു മണ്ഡലങ്ങളിലെയും ബൂത്ത് വിഭജനവും യോഗത്തിൽ ചർച്ച ചെയ്തു. 1200-ലധികം വോട്ടർമാർ വരുന്ന ബൂത്തുകളാണ് വിഭജിക്കുക. ഇരു മണ്ഡലങ്ങളിലും 50 ബൂത്തുകൾ അധികമായി വരും. ഇതോടെ പട്ടാമ്പി മണ്ഡലത്തിൽ 222 ബൂത്തുകളും തൃത്താല മണ്ഡലത്തിൽ 218 ബൂത്തുകളും ഉണ്ടാകും. തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ VP സേതു മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. റാഷണലൈസേഷൻ ഉണ്ട്, ബൂത്ത് വിഭജനങ്ങൾ. അതായത് 1200-ന് മുകളിൽ വോട്ടർമാരുള്ള ബൂത്തുകളെ വിഭജിക്കുക. ഇപ്പോൾ നമ്മുടെ മണ്ഡലങ്ങളിലെ പല ബൂത്തുകളിലും 1500 വോട്ടർമാരും അതിനടുത്തൊക്കെ ഉണ്ട്. അത് വമ്പിച്ച ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ 1200 താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബൂത്തുകൾ വിഭജിക്കുന്ന റാഷണലൈസേഷൻ പദ്ധതിയും മുമ്പ് നമ്മൾ വർക്ക് ചെയ്തു വെച്ചതാണ്. അതിപ്പോൾ ഈ 4-ാം തീയതി ഡിസംബർ 4-ന് മുമ്പ് അതും സമർപ്പിക്കേണ്ടതുണ്ട്. അതുമായി സംബന്ധിച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവരുമായിട്ട് സംസാരിച്ചത്, രാഷ്ട്രീയ നേതാക്കളുമായിട്ട്. അതിൻ്റെ കൂടുതൽ തന്നെ പട്ടാമ്പിയിൽ മാത്രം പുതിയതായിട്ട് 50 ബൂത്തുകൾ വരുന്നുണ്ട്, തൃത്താലയിലും 50 വരുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഒരേ ലൊക്കേഷനല്ല. ഇപ്പോഴുള്ള ബൂത്തുകളുടെ എണ്ണം ഇപ്പം നമുക്ക് 162 തൃത്താലയിലുള്ളത്, അത് 218 മാറും. അതുപോലെ തന്നെ പട്ടാമ്പിയിലുള്ളത് ഇപ്പോൾ 172, അത് 222 മാറും. അങ്ങനെ 50 വീതം ബൂത്തുകൾ 2 നിയോജകമണ്ഡലങ്ങളും കൂടും. അങ്ങനെ കൂടുന്നതിന് ഗുണമുണ്ട്. കാരണം നമ്മുടെ ആ കോംപ്ലക്സിറ്റി ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ പുതിയ ബൂത്തുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം അഡീഷണൽ BLOമാർ വേണ്ടി വരും. എങ്കിലും ഇലക്ഷൻ പ്രോസസ്സ് നമ്മൾ കാണുന്ന ആ തിക്കും തിരക്കും ഒഴിവാക്കിയിട്ട് സ്മൂത്തായിട്ടുള്ള ഒരു പ്രൊസീജിയറിലേക്ക് പോകും. അതിനുവേണ്ടി റാഷണലൈസേഷൻ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ കക്ഷി നേതാക്കളെ വിളിച്ചിരുന്നത്. കൂടുതൽ നമ്മൾ SIRും സംസാരിച്ചു. 172 പോളിംഗ് സ്റ്റേഷൻ ഉണ്ട്. ആ പോളിംഗ് സ്റ്റേഷൻ വിഭജിച്ചിട്ട് 222 പോളിംഗ് സ്റ്റേഷൻ ആവും. അതായത് 50 പോളിംഗ് സ്റ്റേഷൻ പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിൽ കൂടും. അതുപോലെ തന്നെ തൃത്താലിന് നിലവിൽ 168 പോളിംഗ് സ്റ്റേഷനാണ് ഇപ്പോൾ ഉള്ളത്. അത് 50 പോളിംഗ് സ്റ്റേഷൻ കൂടി കൂടിയിട്ട് 218 ആവും. അതോടുകൂടി നമ്മുടെ വോട്ടിങ്ങിന് 1200-ന്റെ ചോടെയായിട്ടുള്ള ബൂത്തുകളായി എല്ലാം മാറും. അത് നമുക്ക് വോട്ടിങ്ങിന് പിന്നെ വളരെ സുഗമമായി മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും വളരെ എളുപ്പമായി മാറും. താലൂക്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളും പുരോഗമിക്കുകയാണ്. എനുമറേഷൻ ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന പ്രവർത്തികൾ അവസാന ഘട്ടത്തിലാണെന്നും ഇവർ അറിയിച്ചു. പട്ടാമ്പി നഗരസഭയിലെ 26-ാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഊർജിതമായി. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുള്ള പ്രചരണമാണ് വാർഡിൽ നടക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലെ 26-ാം വാർഡായ നെയ്ത്തിരിമംഗലത്ത് ഇത്തവണ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണം വാർഡിൽ പൊടിപൊടിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവും നിലവിലെ നഗരസഭാ കൗൺസിലറുമായ KR നാരായണസ്വാമിയാണ് മത്സരരംഗത്തിറങ്ങിയിരിക്കുന്നത്. നിലവിൽ UDFിൻ്റെ വാർഡായ 26-ൽ വിജയം ആവർത്തിക്കാനാണ് UDFിൻ്റെ ലക്ഷ്യം.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പഞ്ചായത്ത് അംഗമായുമെല്ലാം KR നാരായണസ്വാമി പ്രവർത്തിച്ചിരുന്നു. വാർഡിലെ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥനയുമായി സ്ഥാനാർത്ഥിയുടെ പ്രചരണം മുന്നോട്ടു പോവുകയാണ്. 25 വർഷം മുമ്പ് പഞ്ചായത്ത് അംഗമായതും ഈ പ്രദേശത്തു നിന്നാണെന്നും വാർഡിൽ വിജയം ആവർത്തിക്കുമെന്നും KR നാരായണസ്വാമി പറഞ്ഞു. ഞാൻ മുമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ട് ജയിച്ചിട്ടുള്ള മൂർക്കാട്ടുപറമ്പ്, പന്തക്കപ്പറമ്പ്, കൈരളി ഷീറ്റ്, ദുർഗാ ഷീറ്റ് ഈ ഭാഗത്തു നിന്നാണ് 25 കൊല്ലം മുമ്പ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത് മെമ്പറായതും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായതും പിന്നീട് കൗൺസിലറുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ മനപ്പാടാണ്. ഇവിടുത്തെ ആളുകളുടെ പ്രാദേശികമായിട്ട് അവരുടെ വീടുകൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ പിന്നോക്കക്കാർക്കും പാവപ്പെട്ടവർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ട സഹായങ്ങളൊക്കെ എത്തിച്ചു നൽകാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ പഠിച്ച ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള ഭാഗത്താണ് ഈ പ്രദേശത്തെ എല്ലാ ആളുകളും എനിക്ക് നേരിട്ട് അറിയാവുന്നതുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് നാടിൻ്റെ വികസനം, പ്രത്യേകിച്ച് മൂർക്കാട്ടുപറമ്പ്, പന്തക്കപ്പറമ്പ് പ്രദേശത്തെ നേതൃമംഗലത്തിൻ്റെ വികസനത്തിന് ഉള്ള ഒരു സപ്പോർട്ട് എനിക്കിവിടെ എല്ലാ വീടുകളും ചെന്നപ്പോൾ ഞാൻ മുമ്പ് ചെയ്തു വെച്ച റോഡുകൾ, അന്ന് നൽകാൻ കഴിഞ്ഞ ഗ്രാമസഭ മുഖാന്തരമൊക്കെ നൽകാൻ കഴിഞ്ഞ വീടുകൾ, ആ വീട്ടുകാരൊക്കെ അത് മറന്നിട്ടില്ല. അവരൊക്കെ വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ വിജയിപ്പിക്കുന്ന വാക്ക് തന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളോട് തുടക്കം എനിക്ക് ഇവിടുന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ എൻ്റെ ഒരു ലാസ്റ്റ് ഇലക്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ശക്തിയും പ്രയത്നവും അറിവും അർപ്പണബോധവും ഒക്കെ ഈ നേതൃമംഗലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്നെക്കൊണ്ട് സാധിക്കാൻ ഇവിടുത്തെ എല്ലാ ആളുകളുടെയും പിന്തുണ എനിക്ക് ആവശ്യമാണ്. കഴിഞ്ഞ തവണ ഈ വാർഡിൽ നിസാര വോട്ടുകൾക്ക് 2ാം സ്ഥാനത്തെത്തിയ സുമാ സത്യനാണ് ഇത്തവണയും NDA സ്ഥാനാർത്ഥിയായി വാർഡിൽ മത്സരിക്കുന്നത്. BJP പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി കൂടിയാണ് സുമാ സത്യൻ. സ്ഥാനാർത്ഥിയുടെ പ്രചരണം വാർഡിൽ സജീവമായി കഴിഞ്ഞു. ഇത്തവണ വാർഡിൽ വിജയം ഉറപ്പിക്കാനാകുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പക്ഷം. തിരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വാർഡിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നുവെന്നും സുമാ സത്യൻ പ്രതികരിച്ചു. 26ാം ഡിവിഷനിൽ കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെയായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. 19 വോട്ടിനാണ് നമ്മൾ 2ാം സ്ഥാനത്ത് എത്തിയത്. ഇപ്രാവശ്യം നമ്മൾ വൻ വിജയത്തിൽ മുന്നേറുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി വാർഡിൽ സജീവമായി രംഗത്തുണ്ട്. ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വികസനം ഈ വാർഡിൽ നടപ്പിലാക്കും. വാർഡിൽ വിജയപ്രതീക്ഷയുമായാണ് LDF സ്ഥാനാർത്ഥി സുരേഷിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. CPM പന്തക്കൽ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് സുരേഷ്. കഴിഞ്ഞ 5 വർഷത്തെ LDFന്റെ നഗരസഭാ ഭരണ നേട്ടങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥി ഉയർത്തി കാണിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥന പുരോഗമിക്കുകയാണ്. എന്നും വാർഡിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തി വന്നിരുന്നതെന്നും സുരേഷ് പ്രതികരിച്ചു. ഈ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ രംഗത്തുള്ള ഒരാളാണ്. ആ നിലയ്ക്ക് ഈ നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങളിലും പ്രശ്നപരിഹാരത്തിനൊക്കെ ആയിട്ട് നമ്മൾ മുന്നിൽ നിൽക്കാറുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഒരു ഫലമായി തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിച്ച് കയറാനാവുന്ന ഒരു സാധ്യതയിലാണ് നമ്മൾ മുന്നണിയും നമ്മുടെ പ്രവർത്തകരും കടുത്ത ആത്മവിശ്വാസത്തിലാണ്. നിലവിലെ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിലും അതുപോലെ പ്രളയ സമയത്തുള്ള ബുദ്ധിമുട്ടിലും കൊറോണ കാലത്തും എല്ലാം നമ്മൾ ജനങ്ങൾക്കൊപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിൽ അത് വിജയമാക്കി മാറ്റാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയോടെ നമ്മൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലടക്കം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ വാർഡിലെ കൗൺസിലറുടെ അഭാവത്തിൽ കൂടിയും ഈ വാർഡിലെ ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത വിധത്തിൽ അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഗുണം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പോസിറ്റീവായി ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കരകൗശല തൊഴിലാളികളുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും സംഘടനയായ കേരള ആർട്ടിസാൻസ് യൂണിയൻ CITU തൃത്താല ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. 7 പഞ്ചായത്തുകളിൽ നിന്ന് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന 350 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാക്കുന്നതിനും പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ച സർക്കാരിന് സംഘടന പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് V. അനിരുദ്ധൻ പറഞ്ഞു. സർക്കാരിനെ ശക്തിപ്പെടുത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങാനും തൊഴിലാളികളോട് KAU അഭ്യർത്ഥിച്ചു. ഏരിയ കൺവെൻഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് V. അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. തൃത്താല ഏരിയ പ്രസിഡന്റ് D. രാജപ്പൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി P. K. ബാലചന്ദ്രൻ, KV. ബാലകൃഷ്ണൻ, V. ചന്ദ്രൻ, കുഞ്ഞിലക്ഷ്മി ആനക്കര, P. വാസുദേവൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായിരുന്ന MP ചന്ദ്രമോഹനെ കൊപ്പത്ത് അനുസ്മരിച്ചു. കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റായിരുന്ന MP ചന്ദ്രമോഹനെയാണ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചത്. കൊപ്പം വിമുക്ത ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് N. കുമാരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി A. സജീവ് കുമാർ, ട്രഷറർ ശശികുമാർ P, വൈസ് പ്രസിഡന്റ് വാസുദേവൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി M. സുകുമാരൻ, ജോയിന്റ് സെക്രട്ടറി കരുണദാസ്, CV. എഴുത്തച്ഛൻ, P. K. പ്രഭാകരൻ, K. ഹംസ, K. മുഹമ്മദ്, അലിക്കുട്ടി, M. K. കൃഷ്ണൻ, P. ഇന്ദിരാദേവി, N. P. രാമകൃഷ്ണൻ, പിഷാരടി, P. ഹരിദാസ്, സതി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വളരെയധികം പ്രയത്നിച്ച് കഷ്ടപ്പെട്ട്
അതിനോടുകൂടെ പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സംസാരിക്കാനുള്ള സമയം കൊടുക്കും. അപ്പോൾ കൂടുതൽ ഞാൻ സംസാരിക്കില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ കൊപ്പം ബ്ലോക്കിൻ്റെ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര എന്ന് പറയുന്നത് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എല്ലാ മേഖലകളിലും എക്സ് സർവീസ്മാർക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ മെമ്പറായിരുന്നു. അതിനുശേഷം പിന്നെ ജില്ലയിലെ പ്രസിഡന്റായി, സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി, IESL മെമ്പറായി, അങ്ങനെ പല പല മേഖലകളിലും അദ്ദേഹം ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് പൊതു പരിപാടികൾ രാഷ്ട്രീയമായാലും പൊതുപ്രവർത്തനം വളരെയധികം അദ്ദേഹത്തെ പരിചയമുള്ള ഒരുപടി വ്യക്തികൾ അദ്ദേഹത്തിനുണ്ട്. അവരെല്ലാം നമ്മൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടെ വരികയുണ്ടായി. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ 1ാം വാർഷിക പൊതുയോഗം നടത്തി. സർക്കാർ അനുശാസിക്കുന്ന രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും പരിരക്ഷയും സമയാസമങ്ങളിൽ തരപ്പെടുത്തി കൊടുക്കുകയും ഉത്സവ പറമ്പുകളിൽ കച്ചവടക്കാർ, ആനത്തൊഴിലാളികൾ, മറ്റ് കലാകാരന്മാർ എന്നിവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായി ഉത്സവപ്രേമികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിലുള്ളവരെയും ഉൾപ്പെടുത്തിയാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുള്ളത്. സംഘടനയുടെ കീഴിൽ എലഫന്റ് റെസ്ക്യൂ ഫോഴ്സ് എന്ന പേരിൽ പ്രത്യേക പരിശീലനം നേടിയ 15 വളണ്ടിയർമാരടങ്ങുന്ന സുരക്ഷാ സേനയും അടിയന്തര ഘട്ടത്തിലെത്തുന്നതിനാവശ്യമായ ആംബുലൻസ് സൗകര്യങ്ങൾ എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട്. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രം ഹാളിൽ നടന്ന യോഗം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. തൃത്താല മേഖലാ പ്രസിഡന്റ് TV മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര മുഖ്യപ്രഭാഷണം നടത്തി. ആനചികിത്സാ വിദഗ്ധൻ ഡോക്ടർ P രാജീവ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ തിമില കലാകാരൻ കലാമണ്ഡലം ചന്ദ്രൻ, ആനപ്പുറം കലാകാരൻ കറുത്തേടത്തുമന മണികണ്ഠൻ എന്നിവരെ ആദരിച്ചു. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് തമ്പി കൊള്ളനൂർ, ട്രഷറർ CK സുഷി, അംഗങ്ങളായ PM നാരായണൻ നമ്പൂതിരി, VM നാരായണൻ നമ്പൂതിരി, കോട്ടൂർമന വാസുദേവൻ നമ്പൂതിരി, KSK തങ്ങൾ, ഉണ്ണിക്കുട്ടൻ കരിക്കാട് എന്നിവർ സംസാരിച്ചു. തുടർന്നു നടന്ന തിരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളായി അഡ്വക്കേറ്റ് M വിദ്യാധരൻ വർക്കിംഗ് പ്രസിഡന്റ്, തമ്പി കൊള്ളനൂർ, KSK തങ്ങൾ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ജനറൽ സെക്രട്ടറിയായി ഉണ്ണിക്കുട്ടൻ കരിക്കാടിനെയും രവികുന്നത്ത് CK സുഷി ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. എലഫന്റ് റെസ്ക്യൂ ഫോഴ്സ് ചെയർമാനായി ജയൻ കുട്ടനാട്, കൺവീനറായി M രതീഷ് എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു. ആരാധനാലയങ്ങളിൽ പരമ്പരാഗതമായ രീതിയിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നടന്നുവരുന്ന ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, നേർച്ച എന്നിവ സുഗമമായി നടത്തുന്നതിന് സർക്കാർ സൗകര്യങ്ങളൊരുക്കി തരണമെന്ന് തൃത്താല മേഖല വാർഷിക പൊതുയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി ആലിക്കര മുല്ലക്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശവിളക്കാഘോഷം ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഗൗരിദാസൻ, ജഗന്നിവാസൻ, പ്രജോഷ് എന്നിവർ ചേർന്ന് നയിച്ച ട്രിപ്പിൾ തായമ്പക അരങ്ങേറി. തുടർന്ന് നടന്ന പ്രസാദൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. സന്ധ്യയ്ക്ക് മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് താലമേന്തിയ മാളികപ്പുറങ്ങളും കൊമ്പൻ മുള്ളത്ത് വിജയകൃഷ്ണനും പെരിങ്ങോട് സംഘത്തിന്റെ പഞ്ചവാദ്യവും അകമ്പടിയേകി. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് സമാപിച്ചതിനുശേഷം പന്തലിൽപ്പാട്ട്, തിരിയൊഴിച്ചിൽ, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനലാട്ടം എന്നിവയോടെ ചടങ്ങുകൾക്ക് സമാപനമായി. എഴുന്നള്ളിപ്പ് വഴിനീളെ ഒരുക്കിയ ദീപാലങ്കാരവും ശ്രദ്ധേയമായി. ദേശവിളക്കിന് കമ്മിറ്റി പ്രസിഡന്റ് കടവാരത്ത് രാമചന്ദ്രൻ, സെക്രട്ടറി വത്സൻ VS, ട്രഷറർ ചാലത്തൂർ വളപ്പിൽ പുഷ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പട്ടാമ്പി പെരുമുടിയൂർ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വിവിധ കലാരൂപങ്ങളുടെ വരവും ഉണ്ടായിരുന്നു. പെരുമുടിയൂർ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും ഉച്ചയ്ക്ക് മേളവും നടന്നു. വൈകിട്ട് ശിവക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെ അകമ്പടിയോടെ
എഴുന്നള്ളിപ്പും നടന്നു. പൂതൻ, തിറ, കാവടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. വൈകിട്ട് മുത്തപ്പ ദർശനം, സംഗീതാർച്ചന, വിവിധ കലാപരിപാടികൾ, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. പട്ടിത്തറ ആലൂർ ശ്രീ കൊടലിൽ പാലക്കൽ ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ശിവലിംഗ പുരാണ പാരായണ ജ്ഞാനയജ്ഞം 2ാം ദിവസം പിന്നിട്ടു. നവംബർ 22 മുതൽ 29 വരെ ആലൂർ ശ്രീ കൊടലിൽ പാലക്കൽ ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ശിവലിംഗ പുരാണ പാരായണ ജ്ഞാനയജ്ഞം പുരോഗമിക്കുന്നു. നവംബർ 22 ശനിയാഴ്ച വൈകിട്ട് 5-ന് ദീപപ്രോജ്വലനം, ആചാര്യവരണം, മഹാത്മ്യ ചടങ്ങുകളോടെയാണ് യജ്ഞത്തിന് തുടക്കമായത്. ആഗമാനന്ദ സ്വാമിയുടെ ശിഷ്യൻ ഭാഗവതശ്രീ കേശവദാസ് ആണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ചടങ്ങുകളുടെ ഭാഗമായി നവംബർ 30 ഞായറാഴ്ച കാലത്ത് 5 മണിക്ക് മഹാഗണപതി ഹോമം, മഹാസുദർശന ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, 1008 കുടം ധാര എന്നിവയും നടക്കും. യജ്ഞത്തോടനുബന്ധിച്ച് മുഴുവൻ ദിവസങ്ങളിലും ഭക്തർക്കായി ക്ഷേത്രത്തിൽ പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ട്. നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു ഗംഗേ ജയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഭാരതത്തിലുള്ളതായ സപ്തമാക്കിയിട്ട് ആ തീർത്ഥം നിങ്ങളുടെ ഗ്ലാസ്സുകളിൽ ഒഴിക്കുമ്പോൾ എന്തായി മാറും? ആ ഗ്ലാസ്സിൽ സപ്തനദികളുടെ തീർത്ഥമായി മാറും. സുഖമില്ലാതെ കിടക്കുമ്പോഴൊക്കെ ഈ നാമം ജപിച്ച് തുളസിയിലയിട്ട് അടച്ചു പിടിച്ച് നമ്മൾ 18 തവണ ജപിച്ചിട്ടാണ് വയസ്സായവർക്ക് ആ തുളസിയിലയും കൊണ്ട് തീർത്ഥം കൊടുക്കുക. തളി പിലാക്കാട് ദേശവിളക്ക് മഹോത്സവം നവംബർ 23 ഞായറാഴ്ച ആഘോഷിച്ചു. നവംബർ 22 ശനിയാഴ്ച രാത്രി 7-ന് കാൽനാട്ടൽ ചടങ്ങ് നടത്തി. 7:30-ന് ചാക്യാർ കൂത്തുമുണ്ടായി. ഞായറാഴ്ച രാവിലെ 10:30-ന് വിളക്ക് പൂജ. രാവിലെ 11 മുതൽ അന്നദാനവും ഉണ്ടായിരുന്നു. അയ്യപ്പസ്വാമിയെ കുടിവെപ്പ്, അന്നദാനം. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശൻ ആൻഡ് പാർട്ടിയാണ് വിളക്ക് യോഗക്കാരായത്. 5:30-ന് രാമൻകുളങ്ങര അയ്യപ്പൻകാവിൽ നിന്നും മേളത്തോടുകൂടിയ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്. 7-ന് ദീപാരാധന, പഞ്ചാരിമേളം. 8:30-ക്ക് അന്നദാനം. രാത്രി ആറങ്ങോട്ടുകര ശിവൻ നയിച്ച പിലാക്കാട് ദേശത്തെ കലാകാരന്മാരുടെ പഞ്ചാരിമേളം എന്നിവ അരങ്ങേറി. 10 മണിക്ക് പന്തൽപ്പാട്ട്. പുലർച്ചെ 12-ന് ജനനം, 3-ന് തിരിയൊഴിച്ചിൽ, 4:30-ന് വെട്ടുംതട, 5:30-ന് ഗുരുതി തർപ്പണത്തോടെ വിളക്കാഘോഷത്തിന് സമാപനമായി.
ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.